അത് ശരി. പതിവില്ലാതെ നീ ചിക്കനൊക്കെ വാങ്ങിച്ച് തന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഗുരുമാലുണ്ടെന്ന്. എന്നിട്ട് നീ എന്റെ കാര്യം ആലിസിനോട് പറഞ്ഞോ? നിന്റെ കാര്യം? അതെ, ആനയെ വാങ്ങാൻ കഴിക്കുന്നുണ്ട്. അയ്യടാ, ആനക്കാര്യത്തിനടല്ലേ ഒരു ചേനക്കാര്യം. സമ്മതിച്ചു. നീ ആന, ഞാൻ മറിച്ചാന. ഇതാണ് നിനക്കുള്ള തകരാറ്. എടാ, ഞാൻ ആദ്യം എന്റെ കാര്യം ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. അതിന് തന്നെ ഞാൻ എന്തുമാത്രം കടമ്പ് അടക്കണം എന്നുള്ളത് നിനക്കറിയാമോ? ആലീസിന് നിന്നെ ഇഷ്ടമല്ലേ? ഇനി പിന്നെ എന്തോന്ന് കടമ്പാ? എടാ, പ്രേമം ഒന്ന് കേട്ടോടെ ചാടി പുറപ്പെടുന്ന പൈങ്കിളി ടൈപ്പ് അല്ല ആലീസ്. അവള് കുടുംബത്തോട് സ്നേഹമുള്ളവളാ, വളരെ പ്രാക്ടിക്കലും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. എടാ, മൂത്ത 2 പെങ്ങന്മാരെ വിവാഹം കഴിഞ്ഞിട്ട് അവള് സമ്മതിക്കൂന്ന്. അത്രേ ഉള്ളോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. ആഹാ, എന്നാ പിന്നെ കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെ പോലെ ആരെങ്കിലും അവരെ ഇഷ്ടപ്പെടുന്നവരെ. അല്ലെങ്കിലേ അത്രേ സ്ത്രീധനം നമ്മൾ ഉണ്ടായി കൊടുക്കണം. അത് നടക്കുന്ന കാര്യമാണോ? അതാ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന നീ പറയണേ? ഒരു വഴിയുണ്ട്. എന്ത്? നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി കൊടുക്കുക. കൊള്ളാം, ബെസ്റ്റ്. CC ബ്രോക്കറായിട്ട് തുടങ്ങി ഇപ്പൊ കല്യാണ ബ്രോക്കറായി. ചിലപ്പോ അങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പോ എന്റെയും ആനിയുടെയും ഒറ്റ ചവിട്ട് വെച്ചോണ്ടല്ലോ പഴുകൂറി. നിങ്ങളുടെയൊക്കെ കഴിഞ്ഞിട്ട് മതിയില്ലേ? അനിയ, എന്താ വിളിച്ചേ? ഭാര്യയുടെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ അനിയാന്ന് വിളിക്കുന്നതാ എന്റെ സംസ്കാരം. കൂടുതൽ തൊലിക്കല്ലേ. $28,000 സ്റ്റാർട്ടർ നോക്കണേ. ഉച്ച കഴിഞ്ഞ ആള് വരും. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ പറയാം ചേട്ടാ. യവനെ ലവ് പിന്നെ സണ്ണിയെ പറയാം. പിന്നെ ആലീസ് ഞങ്ങളുടെ ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്. അതെനിക്കറിയാം. ഞങ്ങൾക്കും അറിയാം. ചേട്ടാ, വേറൊന്നും തെറ്റിയിരിക്കരുത്. ചേട്ടന്റെ മോള് ആലീസിനെ എനിക്ക് വിവാഹം കഴിച്ചാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചേട്ടൻ ഒന്നും പറയണ്ട. ചേട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ആലീസിന്റെ മോളുള്ള 2 ചേച്ചിമാരുടെ കാര്യമില്ലേ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് മതി. തീരുമാനം പറഞ്ഞാൽ മതി. വരന്മാരെ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ കൊടുത്താൽ മതി എന്ന് നീയല്ലേ പറഞ്ഞത്? ഇതാ നോക്ക്, കൊള്ളാവുന്ന ഒരു കേസെങ്കിലും ഉണ്ടോടാ. ഓരോന്നിനും മോന്തിരിക്കുന്നുണ്ടല്ലേ. ഇതും കൊണ്ട് മാസം ചേട്ടന്റെ വീട്ടിൽ ചെന്നാലേ അങ്ങേര് നമ്മുടെ മോന്ത്ര ഷേപ്പ് മാറ്റും. സമ്മതിച്ചു. ഒരു കളി പാളി. അല്ല സണ്ണി, നമുക്ക് ഈ TV-യിൽ ചിത്രഗീതത്തിന് മുമ്പ് വരന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലോ? അങ്ങനെ പുലിക്കാടന്റെ ഒരു വണ്ടി കൂടി നമ്മൾ കസ്റ്റഡിയിലെടുത്തു. അറിയാച്ചോ, ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കും. എന്തോ? ഒരു ഹെൽമെറ്റ് വെച്ച ബൈക്കുകാരൻ നമ്മളെ തന്നെ ഫോളോ ചെയ്യല്ലേ. ബാക്കിലേക്ക് നോക്കി. ഇത് കണ്ടാൽ തന്നെ അറിയാം നമ്മളെ അറ്റാക്ക് ചെയ്യാനാ. ഇങ്ങനെയാണെങ്കിൽ തടി കേടാക്കുന്ന വണ്ടി എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞു അബദ്ധമായല്ലോ. എന്താ വേണമെന്ന് എനിക്കറിയാം. വേഗം വേഗം വിടും തന്നെ. ഈശോയെ, ഇന്ന് എന്തെങ്കിലും കുഴപ്പം വാങ്ങിക്കേണ്ടി വരുന്ന തോന്നുന്നു. നീ തന്നെ തരുന്ന വരട്ടെ മതി. എന്തുവാടാ ഇത്? എടാ വില്യംസ്, എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്. ഞാൻ ആ ജംഗ്ഷൻ മുതൽ നിന്നെ ഫോളോ ചെയ്യാ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, അല്ല ഇതിനു മുമ്പ് വേറെ ആൾക്കാർ ചേസ് ചെയ്ത് ഇടിച്ച് അപ്പൊ ഞങ്ങളെ തിരികെ കൊടുത്തു. ചേസ് ചെയ്തപ്പോൾ ഇതാരാ കക്ഷി? എന്റെ ഫ്രണ്ടാ, കറിയാച്ചൻ. കടമറ്റത്ത് കറിയാച്ചൻ. ഹലോ. ഹലോ. കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇതാ എന്റെ അഡ്രസ്. വൈകുന്നേരം കൊണ്ട് ഇറങ്ങ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഐ വിൽ ബി എക്സ്പെക്ടിങ് യു ടുഡേ. ഓക്കെ ഓക്കെ, ബൈ. സീ.
Stand. Single punch. Ready? Go! 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 Double punch. Ready? Go! 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 Hit! 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 പിന്നെ എന്തൊക്കെ ഉണ്ടടാ? കൊല്ലം കുറെ ആയല്ലോ കണ്ടിട്ട്. ഉവ്വ് കാണുമ്പോ മാത്രമേ നിനക്ക് സ്നേഹം ചിരിയൊക്കെ ഉള്ളൂ. എടാ, കല്യാണത്തിന് നേരിട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യാത്ത പോട്ടെ, ഒരു കുറിയെങ്കിലും അയച്ചോടായിരുന്നു നിനക്ക്. സൂസനെ ഞാൻ കാണാതിരിക്കുക. രണ്ടുപേർക്കും എഴുത്തുകൾ കൈമാറാനും വിവരങ്ങൾ അറിയിക്കാനൊക്കെ ഞാൻ വേണമായിരുന്നു. ഞാനായിരുന്നു ഹംസം. പോസ്റ്റ്മാൻ. എന്താണെന്നും മിണ്ടാത്ത? നമ്മൾ ആഗ്രഹിച്ചതുപോലൊന്നും ആയിരുന്നില്ല സണ്ണി കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരു ടൈം പാസ് മാത്രമാണ്. ഗൾഫിൽ വലിയ ജോലിയുള്ള ഒരാളുടെ പ്രപ്പോസൽ വന്നപ്പോ അവളുടെ മട്ടൊക്കെ മാറി. ആ കല്യാണം നടന്നില്ലെങ്കിൽ അവളുടെ അപ്പൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് എന്റെ മുന്നിലൊന്ന് കുറെ കരഞ്ഞു. അന്ന് ഞാനൊന്നും അല്ലായിരുന്നല്ലോ. പിന്നീടാണ് മനസ്സിലായത് അതൊക്കെ വെറും നാടകമായിരുന്നു. കൂടുതൽ മെറ്റീരിയൽ ബെനിഫിറ്റ് മോഹിച്ച് നടത്തിയ ഒരു ഡേർട്ടി ട്രിക്ക്. ജീവിതത്തോട് എന്നെ വല്ലാത്ത വെറുപ്പ് തോന്നി. ഇപ്പൊ ഈ ക്ലാസ്സും പിള്ളേരും ഒക്കെയാണ് എന്റെ ജീവിതം. അതൊക്കെ പോട്ടെ, ഒത്തിരി നാളായില്ലേ, നമുക്കൊന്ന് കൂടാം. പാവം വില്യം. കോളേജ് ഡേയ്സിൽ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രേമമായിരുന്നു അവന്റേത്. എല്ലാവർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു ഇന്റിമസി. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ലോകത്തുള്ള ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അയാൾ പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് നീ ഇപ്പൊ പറയും, ഒരു അനുഭവം വരുമ്പോൾ നീ അതറിയും. അതിലൊരു ദുസൂചന ഉണ്ടല്ലോ. ആനി എന്നെ തഴയെന്നല്ലേ നീ പറഞ്ഞുകൊണ്ട് വരുന്നത്? തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ കഷ്ടാലെന്ന് ഓർത്താൽ മതി. ഇളിക്കണ്ട, സ്വയം തമാശ പറഞ്ഞിട്ട് ചിരിക്കരുത്. എടക്കറിയേ, എനിക്കൊരു ഐഡിയ. ആലീസിന്റെ ചേച്ചിമാരിൽ ഒരാളെ നമുക്ക് വില്യംസിനെ കൊണ്ട് കെട്ടിച്ചാലോ? അത് കൊള്ളാം, പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കൂ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്ന്. എനിക്കൊരു ഐഡിയ. ഐഡിയോ? നിനക്കോ? തമാശ പറയാതെ. നിനക്ക് ശരി. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, കാര്യം എന്ന് വെച്ചാ പറ. അല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടിയുണ്ട്. രണ്ടാം കെട്ടുകാരനാണെന്ന് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആലീസിന്റെ ചേച്ചിമാരിൽ ഒരാൾക്ക് നമുക്ക് പുള്ളിക്കാരനെ ആലോചിച്ചാലോ? ആളെങ്ങനെ? നല്ല സ്റ്റൈലൻ കക്ഷിയാ. എ വെരി സ്മാർട്ട് ആൻഡ് എനർജറ്റിക് അഡ്വക്കേറ്റ്. I have put in 20 years of experience as a criminal lawyer. കൈവെട്ടും കാലുവെട്ടും എന്ന് അവൻ പറഞ്ഞാൽ തലവെട്ടും എന്ന് പറയാനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. തുമ്മിച്ചനെ ആരും നിയമം പഠിപ്പിക്കണ്ട. അതൊക്കെ വിട്. വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നോ 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 നോ, അത് പറ്റില്ല. അത് മാത്രം എന്താ എന്നോട് പറയണ്ട. ഇനിയൊരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. വിവാഹത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ താൻ ഇനി ഫോൺ ചെയ്യണമെന്നില്ല. കല്യാണക്കാരി എന്ന് സൂചിപ്പിക്കേണ്ട, സംഗതി ആകെക്കൂടാവും. ഓക്കെ, ശരി ശരി. തന്നെ കാണാനേ ഇല്ലല്ലോ. ഞാൻ ഈ വണ്ടി പിടുത്തമൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അച്ഛനോട് പറഞ്ഞിട്ടില്ലേ? സണ്ണി അല്ലേ? എങ്ങനെ മനസ്സിലായി? കറിയാച്ചൻ തന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താടോ ഈ വഴിയൊക്കെ? പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നിശ്ചയിച്ചു. ആഹാ, വെരി ഗുഡ് വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ. വിവാഹം നിശ്ചയിച്ചില്ല, വിവാഹം നിശ്ചയിച്ച പോലെയാണ്, അത്രേ ഉള്ളൂ. അത് പിന്നെ ഞങ്ങള് കെട്ടാൻ പോണ പെൺകുട്ടികൾക്ക് 2 ചേച്ചിമാര് കൂടിയുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞാലേ ഞങ്ങളുടെ കല്യാണം നടക്കൂ. ചേച്ചിമാർക്ക് വേണ്ടി വരന്മാരെ തപ്പി ഇറങ്ങിയതാ നമ്മള്. ഈ ഏരിയയിൽ ഒന്നുമില്ല, ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പൊ കറിയാച്ചനാണ് പറഞ്ഞ് ഇവിടെ നിന്ന് കയറിയിട്ട് പോവാ. അതെ. താൻ സ്മോൾ അടിക്കൂ? ഏയ്, സ്മോൾ അടിക്കില്ല, ഡബിൾ ലാർജ് അടിക്കും. എങ്കിൽ ആലീസിന്റെ ചേച്ചിമാരുടെ കല്യാണം നടക്കുന്നവരെ ക്ഷമിക്കുക. ഇതാണോടോ ഇത്ര വലിയ സീരിയസ് പ്രോബ്ലം? അല്ല, തണ്ണി ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നീയാണോ തീരുമാനിക്കുന്നത്? വില്യം, അഡ്വക്കേറ്റ് തുമ്മിച്ചിന് നിനക്ക് പരിചയമുണ്ടോ?
പിന്നെന്താ? അല്ല ഒന്നുമില്ല, പുള്ളിക്കാരന്റെ വീട്ടിൽ വെച്ച് നാളെ ഇവൻ നമുക്കൊരു പാർട്ടി തരാൻ പോവാ. ഞാനോ? പിന്നല്ലാതെ പാർട്ടി ഉണ്ട്. നീ കൂടി വരണം. അല്ല എനിക്ക് അത് നോ എക്സ്ക്യൂസ്, നീ വന്നേ പറ്റൂ. ശരി. മതി മതി, കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. മോളി ഡേസി, ഡേസി മോളി, എവളുമാരുടെയൊക്കെ ജീവചരിത്രം കേട്ടോണ്ടിരിക്കാനല്ല നമ്മളിവിടെ കൂടിയത്. അത് പിന്നെ എങ്ങനെ? ആലീസുമായിട്ട് അസ്ഥിപൂത്ത പ്രേമല്ലേ ഇവന്? നീ പറ, തുടങ്ങ്. നീ പറ, നീ തുടങ്ങി വെക്ക്, ബാക്കി ഞാൻ പറഞ്ഞോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ തണ്ണി? അതിന് മോളിക്കുട്ടിക്ക് തൊമ്മിച്ചനെ കൂടെ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? ഇഷ്ടപ്പെട്ട നല്ല ബന്ധമാണ്. അത് പിന്നെ ചോദിക്കണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. പിന്നെ വില്യംസിന്റെ കാര്യം, അത് ഡേസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന്. എന്നാലും ഇവരോടുകൂടി ഒന്ന് ചോദിക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ മനസ്സലിയുന്നവരെ അവർ രണ്ടുപേരും. ഈ ഒരവസ്ഥയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആ പെൺകുട്ടികൾക്ക് ഒരു ലൈഫ് കൊടുക്കാനും എന്ത് ത്യാഗം ചെയ്യാൻ ഇവര് മടിക്കില്ല എന്നുള്ളത് എനിക്കറിയാൻ അറിയാം. ഇവര് സമ്മതിക്കൂല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇവര് സമ്മതിക്കൂല. കൊള്ളാം കൊള്ളാം, വളരെ ഗംഭീര പെർഫോമൻസ്. എടാ കൊച്ചന്മാരെ, ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. അയ്യോ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാലേ ഞങ്ങളുടെ അതെ. വില്യംസിന്റെ കാര്യം എനിക്കറിയില്ല, എന്റെ പ്രശ്നം നടപ്പിലാവില്ല. വരട്ടെ. അല്ല പിന്നെ വില്യം എന്തേ നടക്കത്തില്ല കേട്ടോ.